ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നമ്മളെ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം വന്നത്. ഷഫീദ് റാവുത്തറും വിപിൻ സി വിജയൻ ചെയ്യുന്നു. വിപിൻ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ മുരാരി ബാബു അറസ്റ്റ് ഭയക്കണമെന്നാണ്. അതെ അശ്മി, അറസ്റ്റ് ഭയക്കേണ്ട സാഹചര്യമാണ്. കാരണം വീട്ടിൽ വെച്ചടക്കം രേഖകൾ പരിശോധിച്ചിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ സമയത്ത് അത് വരവിൽ കവിഞ്ഞ ഒരു സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്കാണ് നിലവിൽ ഇ ഡി കടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉടൻ ചോദ്യം ചെയ്യുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഈ ആഴ്ച തന്നെ സമൻസ് പുറപ്പെടുവിക്കുക, അതിനുശേഷം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നതായിരിക്കും ആദ്യ നടപടി. ഇത് മുരാരി ബാബുവിൽ മാത്രം നിൽക്കുന്നില്ല, മറ്റ് പ്രധാനപ്പെട്ട പ്രതികളെ എല്ലാം തന്നെ ചോദ്യം ചെയ്യാനും അതിന്റെ നടപടികളിലേക്ക് കടക്കാനുമാണ് ഇ ഡി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ കേസിന്റെ ഒരു പുരോഗമന കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം ഇതിൽ ഇവരുടെയൊക്കെ തന്നെ സ്വത്ത് മരവിപ്പിക്കുന്നു, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. അക്കാര്യങ്ങൾ മുരാരി ബാബുവിന്റെ അടക്കം സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികൾക്ക് തുടക്കമിടുന്നതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് ഇ ഡി കടക്കുന്നത്. അശ്മി, ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷഫീദ്, ഇത് കേരളം ഞെട്ടിയ കേസാണ്, അസാധാരണമായ കേസാണ്. ആ കേസിൽ സാധാരണഗതിയിൽ അത്തരം മുതൽ ഏത് കേസുകളും ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കുക, പിന്നെ കണ്ടെത്തൽ ആഡ് ചെയ്യുക, അങ്ങനെയുള്ള സാധാരണ അന്വേഷണങ്ങൾ ചെയ്യുക. ഇതിൽ ഒരു ഇടക്കാല കുറ്റപത്രം പോലും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് മുരാരി ബാബു പുറത്തേക്ക് പോയത്. ഒന്നിനു പിന്നാലെ ഒന്നാകെ കൂടുതൽ പ്രതികൾ പുറത്തേക്ക് പോകുന്നത് ഒരുപക്ഷെ ആ കേസ് ദുർബലമാണ് എന്നുള്ള പ്രതീതി പോലും ഉണ്ടാക്കും. അതിന്റെ പശ്ചാത്തലത്തിലാണോ പെട്ടെന്ന് കുറ്റപത്രം എന്ന ആലോചന? ഷഫീദ്, ഹഷ്മി, ഈ ശാസ്ത്രീയ പരിശോധനാ ഫലമായിരുന്നു കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാങ്കേതിക തടസ്സമായി SIT പറഞ്ഞത്. അന്വേഷണം തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതോടെ മുരാരി ബാബുവിന് 2 കേസുകളിലും ജാമ്യം കിട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1 കേസിൽ ജാമ്യം കിട്ടി. മറ്റു പ്രതികളും ജാമ്യം തേടി കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അടുത്ത മാസം 15-ാം തീയതിക്കകം കുറ്റപത്രം നൽകാനുള്ള SIT ആലോചന. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണമോഷണ കേസിലാവും ആദ്യം കുറ്റപത്രം നൽകുക. ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ചേർത്ത് ആദ്യഘട്ട കുറ്റപത്രം നൽകാനാണ് ആലോചിക്കുന്നത്. ഇതിന് മുന്നോടിയായി ശാസ്ത്രീയ പരിശോധനാ ഫലത്തെക്കുറിച്ച് VSSലെ ഉദ്യോഗസ്ഥരുമായി ഉടൻ ചർച്ച നടത്തും. ഇതുവഴി നഷ്ടമായ സ്വർണത്തിന്റെ അളവിൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നുള്ളതാണ് SIT വിലയിരുത്തൽ. അതിനുശേഷം 9-ാം തീയതി ഹൈക്കോടതി നൽകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ കുറ്റപത്രം നൽകാനുള്ള താല്പര്യം അറിയിക്കും. കോടതി അനുവദിച്ചാൽ ആദ്യഘട്ട കുറ്റപത്രം ഫെബ്രുവരി 15-ന് മുൻപ് നൽകും. കുറ്റപത്രം നൽകിയാലും ഗൂഢാലോചന കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരും. ഹഷ്മി, ഓക്കെ, എത്രയും പെട്ടെന്ന് ഇടക്കാല കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനാണ് SITയുടെ ആലോചന. അതിന് മുരാരി ബാബു 90 ദിവസം അകത്ത് കിടന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എന്ന നിലയ്ക്ക് പുറത്തേക്ക് പോയതാണ്. ബാക്കി പ്രതികൾ കൂടി പുറത്തേക്ക് പോകാനുള്ള പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയാണ് SITയുടെ അതിവേഗ നീക്കം. അതിവേഗമല്ല, ഇത്ര ദിവസമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.